Hello everyone and welcome to Comedy Master. ഈ എനർജിയാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ തരുന്ന എനർജി എനിക്കത് ഭയങ്കര അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. ഞാനാണെങ്കിൽ ഇന്നൊരു പ്രിൻസസ് ലുക്കിലൊക്കെ വന്നിട്ട് നിങ്ങളോട് ഓരോ കാര്യം പറയാമെന്നാണ് വിചാരിച്ചത്. നമ്മളത് നിങ്ങൾ പറയാൻ പോകുന്ന കൗണ്ടർ എന്താണ്? ഒരു തൊപ്പിയും കൂടെ വേണം. പക്ഷെ നല്ല കളർ പക്ഷെ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ നിനക്ക്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി വെച്ച് താമസിപ്പിക്കണം, സ്കിറ്റിലേക്ക് പോവാം. മുട്ടനാടിന്റെ ചങ്കിലെ ചോര കുടിക്കുന്ന ആടുതോമ. യു സെഡ് ഇറ്റ് മാൻ. നമ്മുടെ ചാക്കോ മാഷിനെ ആട് തോമേനൊക്കെ കണ്ടാലോ? അവരൊരു ട്യൂഷൻ സെന്ററിലാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അത് പൊളിക്കും. ട്യൂഷൻ സെന്റർ. പഠിപ്പുര വീട്ടിൽ 18-ാം വട്ടത്തെങ്ങു വച്ചു. നീർക്കുടത്തിൽ കാരണവൻ മോഹത്തിൻ തണ്ണീർ തേവി വെള്ളമൊഴിച്ചു. ഉളർ തണ്ണീർ തേവി വെള്ളമൊഴിച്ചു. എന്തിനീ സോപ്പ് മേടിക്കാത്ത സോപ്പ് എന്തിയേ? അയ്യോ അതിനെ ആര് കണ്ടുപിടിക്കും? അയ്യോ കടുവ കുളിക്കുന്ന സോപ്പാണ്. അപ്പൊ നിങ്ങളെ വീട്ടിലെ കടുവ നിങ്ങൾ പി എ സോപ്പിലാണോ കുളിക്കണേ? അയ്യോ ആ കടുവയല്ല, എന്റെ അച്ഛൻ കടുവ, ചാക്കോ മാഷ്. തോമസ് ചാക്ക കണ്ടുപിടിച്ച ഈ റേഡിയോയില് ആദ്യം പാട്ട് കേൾക്കുന്നത് ഈ തുളസിയായിരിക്കും. അയ്യോ അത് നടക്കൂ തോന്നുന്നു. അതെന്ത്? ഞാൻ ഈ റേഡിയോയിൽ ബോർഡ് വെച്ചു, ഐസി വെച്ചു, സ്വിച്ച് വെച്ചു, പക്ഷെ പാട്ട് കേൾക്കണ സ്പീക്കർ മാത്രം വെച്ചില്ല. അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാനേ ഈ ഫോണും എന്റെ റേഡിയോയുമായി കണക്ട് ചെയ്യും. നിർത്തടാ നിന്റെയൊക്കെ ഒരു പാട്ട്. അയ്യോ മാഷോ ചാക്കോ. മാഷോ ചാക്കോ അല്ല, ചാക്കോ മാഷ്. അയ്യോ അച്ഛന് പാട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ വേറെ പാട്ട് വെക്കും. നിന്റെയൊക്കെ കൂടത്തുള്ളിയത് ഇനി കൂടത്തുള്ളിയത് കൂട്ടത്തല്ലാവും. എന്റെ ഈ ട്യൂഷൻ ക്ലാസ്സിലെ അനുസരണയില്ലായ്മ, മര്യാദയില്ലായ്മ അതൊന്നും ഞാൻ വെച്ചുറപ്പിക്കാറില്ല. പിന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താ മാഷേ? ഈ മാസം മുതൽ നിങ്ങളുടെ ട്യൂഷൻ ഫീസിൽ 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. സന്തോഷമായില്ലേ? അല്ല, ഇതിൽ ആർക്കാണ് സന്തോഷം? എനിക്ക്, അല്ലാതെ സന്തോഷം ആഗ്രഹിക്കാത്ത ആരാണോ ഉള്ളത്? അല്ല മാഷേ, ഈ ട്യൂഷൻ സെന്ററിൽ എന്താ മാഷി ബബ്ബാന്ന് പേരിട്ടേക്കുന്നേ? അത് വിട്, നിങ്ങൾക്ക് PSCയുടെ വില ക്വസ്റ്റ്യൻ ഉണ്ടേ ചോദിക്കും. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് ആരാ മാഷേ? അപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാ അവിടെ ബബ്ബ ബബ്ബ എന്ന് പേരിട്ടേക്കുന്നത്? എടി ആരെന്തു ചോദിച്ചാലും ഒന്നും അറിഞ്ഞൂടാ, അതാണ് ട്യൂഷൻ സെന്ററിന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. ആരാടാ ബോഡി കടുവാന്ന് എഴുതി വെച്ചത്? ഒന്നനെ കുത്തി കളിക്കാതെ മായിക്കടാ. ഈ തോമയുടെ മുണ്ടിനുള്ള അടി ഈ ബോർഡ് കണ്ടിട്ടില്ല. വണ്ടിയുടെ നെറ്റിയിലൊട്ടിക്കേണ്ട സാധനം വണ്ടിയുടെ ഡിക്കിയിലൊട്ടിച്ചോണ്ട് നടക്കുന്നു. മാഷേ തലക്കി കളയട്ടെ മാഷേ. തൊട്ടു പോകരുത്. ആ നിക്കറിന്റെ തൊളയെങ്കിലും നടന്നിരിക്കട്ടെ. പിന്നെ ഇത് ഊരിട്ട് വേണം സ്പടികൊപ്പം സ്ഫോടനായി മാറാൻ. എന്നാ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഞാൻ ഈ പറയുന്ന PSC ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ നിങ്ങൾക്ക് ജോലി ഉറപ്പ്. പറഞ്ഞില്ലെങ്കിലാ ഈ വടി കൊണ്ട് അടി ഉറപ്പ്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. സ്വന്തം മകനെ ഉപ്പുകല്ലി മുട്ടൂത്തി ചെറുത്തിയ ആ പാവപ്പെട്ട അധ്യാപകന്റെ പേരെന്ത്? ആരാടാ അത് ക്ലാസ്സിക്കാണെന്ന് ഉത്തരം പറയുന്നത്? അതാ മൈനയെ മാഷേ. ഞാൻ എപ്പ ചോദ്യം ചോദിച്ചാലും ചാടിക്കേറി ഉത്തരം പറഞ്ഞോളും. ഫീസ് കൊടുക്കാതെ പഠിക്കാനുള്ള ബുദ്ധി ആയിരിക്കുമല്ലേ? ഫീസ് കൊടുക്കാതെ പഠിക്കാനുള്ള കാര്യമായിരിക്കുമല്ലേ? രണ്ടാമത്തെ ചോദ്യം, മകം വെട്ടിയ കൈയില്ലാത്ത ഷർട്ടിട്ടോണ്ട് വരുന്ന ആ പാവപ്പെട്ട സാധുവായ അധ്യാപകന്റെ പേരെന്ത്? ഇതിന് കൊടുക്കാൻ വെച്ച പണത്തി ഞാൻ വിഷം വെച്ച് കൊടുക്കും. പിന്നെ ഫിഗർ മാറി. ഇതിന് കൊടുക്കാൻ വെച്ച പണത്തി ഞാൻ വിഷം വെച്ച് കൊടുക്കും.
ക്വസ്റ്റ്യൻ നമ്പർ 3. കടുവ എന്ന് ഓമനപ്പേരുള്ള ആ പാവം സാധുവായ സാറിന്റെ പേര് പറ. ഇപ്പൊന്നും പറയല്ലേ, വാടഞ്ഞു പോയല്ലേ. പേര് പറ. ഓപ്ഷൻസ് ഉണ്ടോ മാഷേ? എനിക്കത് മാത്രമേ തരാനുള്ളൂ. ഓപ്ഷൻ നമ്പർ 1 ചാക്കോ മാഷ്. ഓപ്ഷൻ നമ്പർ 2 ആടു തോമയുടെ അച്ഛൻ. അയ്യോ ഫിഗർ മാറിയതൊക്കെ സുത്തിലേക്കേഷ് ഗോപിയാ. പിന്നെ ഫിഗർ മാറിയത് അങ്ങനെ വിട്ടു. മാഷേ ഞാൻ പറയാം മാഷേ. മിടുക്കി. ചാക്കോ മാഷ്. മിടുക്കി. നിനക്ക് ജോലി ഉറപ്പ്. അപ്പൊ എനിക്കാ ഈ ചുട്ട വടി കൊണ്ട് അടി ഉറപ്പ്. ചുട്ട വടി എന്തോ അൽഫാം വടിയെ. ഈ വടി കൊണ്ട് അടി കൊള്ളുമ്പോ അൽഫാം പോലെ ആയിക്കോളും വിത്ത് മയോണൈസ്. അയ്യോ സാറേ എന്നെ അടിക്കില്ല, എനിക്ക് പേടിയാണ്. അയ്യോ എന്നെ അടിക്കില്ല, എനിക്ക് പേടിയാണ്. നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം. ഒന്ന്, ഈ വടി കൊണ്ട് നല്ല ചുട്ട അടി. അയ്യോ ഓപ്ഷൻ എനിക്ക് വേണ്ട, അത് കേൾക്കുമ്പോഴേ പേടിയാണ്. നിനക്ക് രണ്ടാമതൊരു ഓപ്ഷൻ കൂടി തരാം. ആ ഈ ഉപ്പ് കല്ലി മുട്ടൂത്തിക്കണം. അയ്യോ ഉപ്പുകല്ലി മുട്ടൂത്തിക്കണ്ട, ആ ഉപ്പ് കല്ലിട്ട് എനിക്ക് ഒരു നാരങ്ങ വെള്ളം കലക്കി തരൂ. നീ പറയുമ്പോ നാരങ്ങ കലക്കി തരാൻ ഇത് സർബത്തോടെ അല്ല, PSC ട്യൂഷൻ സെന്റർ ആണ്. നിനക്ക് മൂന്നാമതൊരു ഓപ്ഷൻ കൂടി തരാം. കഷായം. ആ കഷായം മതി, കഷായം മതി, കൈപ്പായാലും കുടിച്ചോളാം. അങ്ങോട്ട് മാറിയില്ല. തന്നോളൂ. അയ്യോ കഷായം അത് പറഞ്ഞിട്ട് അടിച്ചത്. ഇതാണ് കഷായം, ചൂരൽ കഷായം. അടിച്ചോ അടിച്ചോ അടിച്ചോ. ഇതെന്താ എന്റെ ഇടയ്ക്കൊരു ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റത്തിന്റെ അതെ ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം അല്ല, മാഷെന്നെ അടിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. അവിടെ ഞാൻ പാള വെച്ച് കെട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇത് വല്ലാത്തൊരു ഐഡിയ ആയി പോയി കേട്ടോ. ആടിന്റെ ചന്തയിലെ ചോര കുടിക്കും. ചന്തിയില് അല്ല, ആടിന്റെ ചങ്കിലെ ചോര കുടിക്കും. അതാണ് ഈ ചാക്കോച്ചന്റെ രഹസ്യം. ആ ആടിന്റെ ചങ്കിലെ ചോര കുടിക്കുന്ന സമയത്ത് ആടിന്റെ 2 ഗ്ലാസ് പാല് കറന്ന് വീട്ടിൽ കൊണ്ട് തന്നിരുന്നെങ്കിൽ ഞാൻ ചായ ഇട്ട് കുടിച്ചേനെ. അതിന് പോലും നന്ദിയില്ലാത്തവനാണ് നീ. അപ്പൻ എന്റെ അപ്പനല്ല, തുളസിയിലപ്പനാ. വെറുതെ അനാവശ്യം പറയരുത്. പകരെ ഞാൻ ഒരു പട്ടിയെ വളർത്തുന്നുണ്ട്. പട്ടിയാ? 18ാം പട്ട തെങ്ങ് വളർത്തുന്നുണ്ട്. ആ തെങ്ങിൽ നിന്ന് ഒരു കരിക്കെട്ട് കുടിച്ചട്ടെ ഈ ചാക്കോ മാഷ് കണ്ണടയ്ക്കൂ. മണ്ടരി വാച്ച തെങ്ങിനു വെള്ളം ഒഴിക്കുന്ന ഒരു മണ്ടനാണ് ചാക്കോ മാഷ്. ഈ വെറും ഓട്ടക്കാലനാ. ഓട്ടക്കാലനെ? മറ്റേ സാധനം ഇല്ല, ആ വട്ടത്തിലെ കൊള്ള. ഓ പരിപ്പോട. പരിപ്പോടൽ എവിടെ നടന്ന തൊള. ആ അപ്പൊ ഉഴുന്നോട. അല്ല, ആ മറ്റേ പൈസക്കകത്ത് തൊളയുള്ളൊരു സാധനം. ഓ ഓട്ടക്കാലനാ. ആ കാരണയാണ് നീ. അങ്ങനാണെങ്കിൽ ഈ 18ാം പട്ട തെങ്ങിന് ചോട്ടിന്നാവട്ടെ ഈ മകന്റെ ഒരു പിടി മണ്ണ്. ഇത് പുലിമുരുകനല്ല, സ്ഫടികമാണ്. ഈ കിളീനെ ഞാനൊന്ന് തല്ലി കൊല്ലും, നോക്കിക്കോ. അതെ ആ മൈനെ വിളിച്ചൊന്നുമല്ല, പിന്നെ മാഷിനെ ഇവിടുന്ന് ഓടിപ്പിക്കാൻ വേണ്ടിട്ടേ ഞാൻ തന്നെയാ വിളിച്ചേ. ആണോ? ഈ കരിമ്പാറയുടെ മനസ്സുള്ള ചാക്കോ മാഷിനെ ഓടിച്ച നിനക്ക് ഞാൻ എന്ത് തരണം? ആശാന്റെ മുഖത്തിരിക്കുന്ന ഈ കറുത്ത കണ്ണട. ഒരു മിനിറ്റ്, ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് വരാം. കറുത്ത കണ്ണട എനിക്ക് വേണം. പൊടി പൊടി ഇതൂരിയ ഫിഗർ പോവും. പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ കറക്റ്റ് ഫിഗറാ. ആരാണ് മണിയടിച്ചത്? ഓ, ഞാൻ പകുതി മൂത്രം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് വന്നത്. ഞാൻ വിചാരിച്ചെന്നറിയ ഉച്ചക്കഞ്ഞി കൊടുക്കുവാണെന്ന്. അയ്യോ ഉച്ചക്കഞ്ഞി കൊടുത്തല്ല, ഇതെന്റെ അലാറം മണി അടിച്ചതാ. ഓ വല്ലാത്ത മണിയായി പോയാട്ടോ. മാഷേ ജോലി കിട്ടാനുള്ള വല്ലതും ചോദ്യം പറഞ്ഞാ മാഷേ? ജോലി കിട്ടാനുള്ള ഒരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. പറ. അതിന്റെ ഉത്തരം പറഞ്ഞ ജോലി ഉറപ്പ്. കൂട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചത് ആര്? അമ്മച്ചിയാണ് ഞാനല്ല സാറേ. നിനക്കതിനുള്ള കഴിവില്ല, അങ്ങോട്ട് മാറിയില്ല. അല്ല മാഷേ, കൂട്ടിലെ മൈനാന്നല്ലോ, കാട്ടിലെ മൈനാന്നല്ലേ? കാട്ടിലെ മൈനയല്ലേ ഇതോ ഇപ്പൊ ആ കൂട്ടി വന്ന് കിടക്കണത്. ഓപ്ഷൻസ് ഉണ്ടോ മാഷേ? ഓപ്ഷൻസ് വാരിക്കൊരി തരാം. ഓപ്ഷൻ നമ്പർ 1 ചാക്കോ മാഷ്. പിടിച്ച് കേറി വാ. ഓപ്ഷൻ നമ്പർ 2 ആട് തോമയുടെ അപ്പൻ. ഇതെന്റെ ക്യാരക്ടറാ. ആട് തോമയുടെ അപ്പൻ. ഓപ്ഷൻ നമ്പർ 3 ആട് അല്ല എടാ, നിന്നെ കുത്തിയ ആളുടെ പേരെന്തോന്നറാ? മറ്റേ ബാസ്റ്റിൻ, തൊരപ്പൻ ബാസ്റ്റിൻ. ഒരപ്പൻ ബാസ്റ്റിൻ. ഒരപ്പൻ ബാസ്റ്റിൻ. ഉത്തരം പറ. അപ്പൊ ഞാൻ ഉത്തരം പറയാം. അതപ്പം തനിയെ പഠിച്ച്. കറക്റ്റ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം
ഒരു മൈനയെ ആർക്കും പാട്ട് പഠിപ്പിക്കാൻ കഴിയില്ല. അത് തന്നെ പഠിക്കും. നിങ്ങൾ പറഞ്ഞു തന്നെ പഠിക്കും. അത് കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ഉറപ്പ്. മാഷേ റെയിൽവേയിലാണോ ദേവസ്വം ബോർഡിലാണോ? റെയിൽവേയിലും അല്ല, ദേവസ്വം ബോർഡിലും അല്ല. നിങ്ങൾക്കുള്ള ജോലി ഞാൻ തരും. എന്ത് ജോലി? നിങ്ങൾ ആരും കാണാത്ത ഒരു 10 ഏക്കർ വാഴത്തോട്ടമുണ്ട് ഈ ട്യൂഷൻ ക്ലാസ്സിന് ബാക്കിൽ. അവിടെ നിങ്ങൾ രണ്ടുപേരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ വാഴത്തോട്ടത്തിന് വെള്ളം നനയ്ക്കണം. ഇതാണ് നിങ്ങൾക്ക് ഞാൻ തന്ന ജോലി. അപ്പൊ നമ്മളെ കാര്യം കിടിലം പെർഫോമൻസ്. ഓ ലാലേട്ടക്ക് വെറും പൊളി, ഒന്നും പറയാനില്ല. പക്ഷെ നല്ല രസം. നമ്മളുടെ തേജസ് സൂപ്പർ. നമ്മുടെ ലാലേട്ടനോ സൂപ്പർ അല്ലേ? ഈ ലാലേട്ടൻ സൂപ്പർ അല്ലേ? അപ്പൊ ഞാനൊരു കാര്യം പറയാൻ പോവാണ്. നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പോവാണ്. ഇവിടുത്തെ സ്കിറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ പെർഫോമൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ. അപ്പൊ ലാലേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളെ നേരിട്ട് കാണാനും ഈ ഒരു അപ്രിസിയേഷനും. അതെ അതെ, ലാലേട്ടനാ. അപ്പൊ എന്തായാലും ഞാൻ ലാലേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒരുപാട് സന്തോഷത്തോടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. The one and only ലാലേട്ടാ. ലാലേട്ടാ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ആദ്യം മാച്ച് ദ ഫോളോവിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മാച്ച് ദ ഫോളോവിംഗ് കംപ്ലീറ്റ് ചെയ്തോളൂ. ഇത് ഇവന്റെ അച്ഛനല്ലേ? അതെ പേരൊന്ന് ചോദിക്കട്ടെ, പേരെങ്ങനെയാ? റെജിലാൽ ആർ പി. ആ എടാ ആരെയും വന്നേക്കുന്നത് മുഖത്തൊരു നാണം. ഞങ്ങൾക്ക് അറിയില്ല എന്നാലും അച്ഛൻ ഇങ്ങനെ മോഹൻലാലിന്റെ ഫിഗർ ഒക്കെ ചെയ്യുന്നു. ഫ്ലോറിൽ മാത്രമേ മോലുള്ളൂ, വീട്ടിൽ ചാക്കോ മാഷ. പിന്നെ അത് പണ്ട് ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. ആ അതെ അതെ ഞാൻ ഒരു കലാകാരനായിരുന്നു നേരത്തെ. ആഹാ. എനിക്ക് ഇങ്ങനെ ഒരു കലാ ഫീൽഡിൽ വളർന്നു വരണ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ പക്ഷേ അതിനൊന്നും സാഹചര്യങ്ങൾ ഒത്തില്ല. എൻ്റെ അച്ഛനും ഞാനും കൂടെ 91 കാലഘട്ടങ്ങളിൽ നമ്മുടെ ദൂരദർശനിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ആ അതുപോലെ ഇപ്പൊ എൻ്റെ മകന്റെ കൂടെ എനിക്ക് 2025 എൻ്റെ മകന്റെ കൂടെ ഇതുപോലെ ഒരു സ്കിറ്റ് ചെയ്യാനും അഭിനയിക്കാനും എനിക്ക് സാധിച്ചതിൽ എനിക്ക് വളരെ ദൈവത്തിനോട് നന്ദി പറയാനുണ്ട്. അണ്ണ എന്തൊരു ജോലിയുണ്ടോ? എനിക്ക് ട്രിവാൻഡ്രം കോർപ്പറേഷനിലാണ്. അപ്പൊ ശ്രീവരാഹ മുരുകനെ അറിയാമോ? ശ്രീവരാമ മുരുകനും ഞാനും കൂടെ തന്നെ ആദ്യം മാട്ട സെറ്റപ്പ് ആയിരുന്നു. നിങ്ങൾ ഈ സ്കിറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സജഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ടോ? ആണ്. അല്ല, ഞാനും മകളും ഇവനും ഒക്കെ കൂടെ വീട്ടിൽ ഡാൻസ് ഒക്കെ കളിക്കും, പിന്നെ മറ്റേ റീൽസ് എടുക്കും. അത് നമുക്ക് ഇവിടെ രണ്ടുപേരുടെ ഒരു ഡാൻസ് അടിപൊളി. അച്ഛനും അച്ഛാ ക്ലാസ് പൊളി 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 സൂപ്പർ ആയിരുന്നു കേട്ടോ.
ഗംഭീരായിരുന്നു. ഹാപ്പി ആയില്ലേ? ഞങ്ങളും ഒരുപാട് ഹാപ്പി ആയി. കാരണം നിങ്ങൾ രണ്ടുപേരും ആസ് എ ഫാമിലി എന്നുള്ള രീതിയിൽ അല്ലേ. അപ്പൊ ഈ ഒരു ഓളത്തില് എനിക്ക് തോന്നുന്നു ഒരു ഗസ്റ്റിനെയും കൂടെ ഞാൻ ഇവിടെ വിളിക്കാം. ഒരാളും കൂടെ, പക്ഷെ ഇത് പ്രവാസിയാണ് വരാൻ പോകുന്നത്. ഞാൻ വേറെ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ആരാന്നുള്ളത് നോക്കാം. റെഡിയാണോ? ലെറ്റ്സ് വെൽക്കം ദാറ്റ് സർപ്രൈസ് ഗിഫ്റ്റ് ടു കോമഡി മാസ്റ്റർ. അച്ഛാ ഇങ്ങോട്ട് വാ, അച്ഛാ ഇങ്ങോട്ട് വാ. സത്യം പറയടാ, അച്ഛന്റെ ഫിഗർ ചെയ്യാൻ വേണ്ടി ഏതോ ചുള്ളനെ നീ കൊണ്ടുവന്നേക്കുന്നത്. അല്ല ഇതിന്റെ അച്ഛൻ. ഉറപ്പാണോ? ഉറപ്പാ. ഇത് കണ്ടിട്ട് അച്ഛൻ ലുക്ക് തോന്നുന്നില്ലല്ലോ. എന്റെ അച്ഛൻ എഴുതി വെച്ചേക്കല്ലേ നോക്ക്. ശരിക്കും സസ്പെൻസ് ആയിട്ടൊന്ന് വന്നാണ് ഇവിടെ. അപ്പൊ ഞാൻ നോക്കിയപ്പോ അച്ഛന്റെ അച്ഛൻ നിക്കണ ഇവിടെ. എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ അച്ഛൻ അമ്മമാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ സ്കിറ്റ് ചെയ്താൽ അവര് തന്നെ എഴുതി ചെയ്യുവാണെങ്കിൽ കിടിലമായിരിക്കും. അതിന്റെയൊക്കെ വിത്തല്ലേ. ഞാൻ അലീന ഇതിന്റെ മുമ്പേ പറഞ്ഞല്ലേ, രാകേഷിന്റെ അമ്മ. എല്ലാരും ടാലന്റഡ് ആൾക്കാരാണ്. അയ്യോ, അമ്മ ഭയങ്കര ടാലന്റഡ് ആണ്. എല്ലാരും ചെറുപ്പത്തിലെ കുറെ പ്രോഗ്രാം ഒക്കെ ചെയ്ത് ബാലയൊക്കെ കളിച്ചിട്ടുണ്ട്. ഓ നൈസ്. ഇന്ന് ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ഇന്ന് ലാൻഡ് ചെയ്ത് നേരെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുവാ. വെരി ഗുഡ്. അപ്പൊ ഒന്ന് കാറ് തപ്പേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ഒരു പെർഫോമൻസ് നമുക്കിനി കാണാം. ഡാൻസ് വേസടാ മുണ്ട് ഉടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഉടുത്തിട്ടുണ്ടോ? അഴിഞ്ഞു പോകുന്നില്ല. ധില്ലം ധില്ലം ധളാങ്കണക്ക ചെണ്ടമൃതങ്ങ കാവിൽ പൂരക്കാവടി വീരിക്കോലടി പാണ്ടി നാട്ടുകളരി കച്ചമുറുക്കണ വാൾപ്പയറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വരമ്പിരി വെട്ടി തോതിര കടലിടിയും തടയും കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യപ്പുകിലുണ്ടേ കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യപ്പുകിലുണ്ടേ ില്ലം ധളാങ്കണക്ക ചെണ്ടമൃതങ്ങ കാവിൽ പൂരക്കാവടി വീരിക്കോലടി കാവടി മേളം കാവടി തേജസ്സേ, മര്യാദക്ക് നോബി ചോദിച്ചതാണ് മുണ്ട് മുണ്ട് ഊരൂലെന്നല്ല. ഇല്ല, അതിന്റെ ഇടയ്ക്ക് അവൻ കൈ ചെയ്തിട്ടൊരു പുഴുവടിയും കൂടെ. അല്ല, ആ പുഴുവടിച്ചപ്പോ വയറൊട്ടി. അപ്പൊ മുണ്ടകള് എന്തായാലും അടിപൊളിയായിരുന്നു. രണ്ടപ്പന്മാരും പൊളിയാണ്. ഇനി ഒരാളും കൂടി വരണം. ഒരാളും കൂടെ വൈകേരച്ചമ്പന്ന് താഴെ വെക്കണ് രജനീകാന്തിന്റെ ഫിഗറിൽ. എന്തായാലും ഗംഭീരമായിരുന്നു അല്ലെ. സ്കിറ്റും കൊള്ളായിരുന്നു, അതുപോലെ തന്നെ അച്ഛന്മാരുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാൻ ഇത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. എന്ത് ഭംഗിയെ നോക്കടി. ഈ കാലം എത്ര പുരോഗമിച്ചാലും ഇച്ചിരി വെളിച്ചെണ്ണ തലയിലോട്ട് തടവിയിട്ട് ഈ പുഴയിലോട്ട് എടുത്ത് കയറുന്ന സുഖം. സംസാരം മതിയാക്കിട്ട് ഇറങ്ങി മണലൂറ്റി മനുഷ്യൻ അങ്ങോട്ട്. മണലൂട്ടിന് അഞ്ച് കഴിഞ്ഞാൽ പോലീസുകാരെ എന്നെ തൂക്കിക്കൊണ്ട് പോകും. നാട്ടുകാരമ്മ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലൈഫ് കളിക്കുന്നത്. ഇപ്പോഴാണ് മണലൂറ്റാൻ വേണ്ട. ഇതാണ് എന്റെ ഐഡിയ. നോക്കുമ്പോൾ കുളിക്കാൻ വേണ്ടി ഇരിക്കണം വിചാരിക്കും. നിങ്ങളെ പൊട്ട ഐഡിയ ഒന്നും വേണ്ട, എന്റെ നല്ല ഐഡിയ ഉണ്ട്, അത് മതി. ഓക്കെ, പിന്നെ ഇയാളെ ഒരു നല്ല ഐഡിയ ഒന്ന് പറ. ഞാൻ പറയട്ടാ, ചേട്ടൻ മണലൂറ്റ ഇറങ്ങണം. ഞാൻ എപ്പോഴും കുളിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ കുളിക്കും. കുളിക്കുമ്പോ ഇവിടെ ആരും വരൂല. ഞാൻ എന്റെ മണലൂട്ടിലാണ് ആരും വരൂല. പക്ഷെ എന്റെ കുളിയാണ് ഈ പഞ്ചായത്തിലുള്ളവരെല്ലാം അതിന്റെ ഇടയിൽ കാണും. ഐഡിയ വേണ്ടായിരുന്നു. ചേട്ടാ പോലീസ്. ഞാൻ പോലീസുള്ള എന്റെ ഭർത്താവല്ലേ. നിങ്ങളല്ല, പോലീസ് വരണമെന്ന്. പോലീസ് വരണം എന്ന് പറയണ മീറ്റർ താടി. അയ്യോ, പോലീസ് വരണം എന്ന് പറഞ്ഞാലേ ഓടാൻ പറ്റുള്ളൂ. അയ്യോ, പോലീസ് ഓടിക്കോ. സ്ത്രീകൾ കുളിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കാൻ നാണമില്ലേ സാറിന്? ഞാൻ കുളിക്കുമ്പോ നാണിച്ചാ പോരെ, നിങ്ങൾ കുളിക്കുമ്പോ ഞാൻ എന്തിനാ നാണിക്കുന്നത്? ഓടിപ്പോയത് അത് മീന്. മീനെ മീനെ പിടിക്കാൻ പോയ ആള്. മീനെ പിടിക്കാൻ പോയതാണോ മീനെ പീഡിപ്പിക്കാൻ പോയതാണോ? ഒളിഞ്ഞിരിക്കണെങ്കിൽ പോരി 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 പോരി.
ആരാ? ഞാൻ ഒരു വഴിപോക്കനാണ് സാർ. വഴിപോക്കൻ ഈ പുഴവക്കൽ എന്നാ കാര്യം? പുഴപോക്കനാണ് സാർ. ആണല്ലേ? അവിടെ എന്താണ് കാര്യം? ഇവിടെ ആരാ? ഇതെന്റെ സഹോദരൻ. സഹോദരൻ. സ്വന്തം സഹോദരനാണോ? സ്വന്തം എന്ന് വെച്ചാൽ എന്റെ സ്വന്തം ഭാര്യ. സ്വന്തം ഭാര്യ. സഹോദരനാന്ന് പറഞ്ഞ് പിന്നെ ഭാര്യ ഭാര്യ അവളെ കൊച്ചിന്റെ അച്ഛനായി, പിന്നെ എനിക്ക് അവളെ സഹോദരനായിക്കൂടെ? സ്വന്തം ഭാര്യ സഹോദരിയായിട്ട് കാണും സാറേ. സ്ത്രീക്ക് വരോട് സാറേ. സാറിന് എന്തൊക്കെ സാറൊന്ന് കണ്ടു നോക്ക് സാറേ. സ്വന്തം ഭാര്യ. ജീപ്പിലോട്ട് കയറാം. എന്തിനാ സാറേ? നമുക്ക് ഒരു റൗണ്ട് കറങ്ങിയിട്ട് വരാം. ഒരു റൗണ്ട് എന്തിന്? എന്തിനെന്നോ? ഇതെന്താണ് സാധനം? മണലൂറ്റുന്ന അരിപ്പല്ലേടാ ഇത്? ഇത് മണലൂറ്റുന്ന അരിപ്പല്ലേടാ? മണലൂറ്റുന്ന അരിപ്പ അല്ല അത്. പിന്നെ സത്യം പറഞ്ഞാൽ ഇവക്ക് ഷവർ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുഴയിലെ വെള്ളവും വേണം. അതുകൊണ്ട് സാർ നേരത്തെ ഇങ്ങനെ വെടിച്ചിട്ട് പുഴയിൽ നിർത്തി വെള്ളം ഇങ്ങോട്ട് ഇല്ലടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിനാണ് അരി, അല്ലാതെ അയ്യേ. ഞാൻ വിചാരിച്ചു എന്താണെന്നറിയോ, അനധികൃതമായിട്ട് ആര് മണലൂറ്റിയാലും അവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. എന്തിനാണ് പറയുന്നു? മമ്മൂട്ടിക്കെതിരെ വരെ മണലൂറ്റിയാൽ ഞാൻ കേസ് കൊടുത്തല്ലേ? മമ്മൂട്ടി പുള്ളി എപ്പോഴും മണൽ വരും. പുള്ളി അമര സിനിമയില് എങ്ങനെ കളിച്ചുതരാം. അത് മുരളിയല്ലേ? കണ്ടാ കരയണ കണ്ട കൂടെ കരയും, ചിരിക്കണ കണ്ട കൂടെ ചിരിക്കും. സമാധാനിപ്പിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. എന്നും പറഞ്ഞ അന്നത്തെ കാലത്ത് 1500 മണലാണ് അനധികൃതമായിട്ട് നെഞ്ചോട് ചേർത്തത്. അപ്പൊ തന്നെ മമ്മൂട്ടിക്കെതിരെ ഞാൻ വക്കീൽ കേസ് കൊടുത്തു. മമ്മൂട്ടി വിളിച്ചായിരുന്നോ? മമ്മൂട്ടി വിളിച്ചില്ല, ദുൽഖർ വിളിച്ച ചീത്ത വിളിച്ചു. അച്ഛനെതിരെ കേസ് കൊടുത്ത് ഇടി വരുമെന്ന് പറഞ്ഞു. സാർ ഇങ്ങനെ കൂടുതൽ ഡയലോഗ് ഒന്നും പറയണ്ട. ചെക്ക് പോസ്റ്റിൽ ചെന്ന് ഒരു 500 രൂപ കൈമടക്ക് കൊടുത്താൽ നമ്മൾ നിസ്സാരം പോലെ മണൽ കൊണ്ടുപോകും. ചെക്ക് പോസ്റ്റിൽ ചെന്ന് 500 രൂപ കൊടുത്താൽ മതി. അതൊക്കെ അങ്ങ് പണ്ട്. ചെക്ക് പോസ്റ്റിൽ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് കേരള പോലീസിന്റെ പണ്ടത്തെ ചരിത്രം. ഇപ്പൊ അതല്ല. ഇപ്പൊ ചെക്ക് പോസ്റ്റിൽ കുറഞ്ഞ 1000 രൂപയെങ്കിലും കൊടുത്താലും നിങ്ങൾക്ക് മണൽ കൊണ്ട് പോകാൻ പറ്റും. 1000 രൂപ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കയറുമല്ലേ? അതും പൊരിഞ്ഞിട്ട് ഇന്നത്തെ പത്രം കണ്ടോ? ഓഹരി വിപണി ഇടിഞ്ഞു. രാവിലെ എനിക്ക് വിപണി പോയപ്പോഴേ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരുപാട് പേർക്ക് പരിക്കൊണ്ടാ സാറേ. ഇത്ര ആളുകളെ എന്റെ അച്ഛൻ എങ്ങനെ തിരിച്ചറിയും? എന്റെ അച്ഛന്റെ ഒരു അടയാളം പറയടി. എന്റെ അച്ഛന് കാലില് വിരലുണ്ട്. നമ്മളെ കാലിൽ എന്തൊരു പട്ടിക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നു. എന്റെ അച്ഛന് കാലില് വിരല് ഒരു വിരല് കൂടുതലുണ്ട്. സാറേ ഒരെണ്ണം കൂടുതലുള്ള അച്ഛനെ ഇവിടെ കിട്ടാൻ കൊണ്ട് കൊടുസാറായി. സഹോദര, ഓഹരി വിപണി ഇടിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക സൂചി തകർന്നെന്നാ പറഞ്ഞത്. ഇത്ര ആള് കേൾക്കുമ്പോ പിന്നെ ഒരു സൂചി തകരാനാ പാട്. വണ്ടിക്കകത്ത് കയറാം. അയ്യേ മണലൂറ്റിയില്ലല്ലോ. തെളിവുണ്ടാ? നനഞ്ഞിട്ടില്ല. എന്റെ കയ്യിൽ മണലില്ല, പിന്നെ തെളിവില്ലല്ലോ. വകുപ്പ് കുറെ എനിക്കും അറിയാം. ഇപ്പൊ തെളിവില്ല, പക്ഷേ ഏതാനും ദിവസങ്ങൾക്കകം ഞാൻ തെളിവായിട്ട് വരുകയും ചെയ്യും. രണ്ടിനെയും പൊക്കി ഞാൻ ജയിലിൽ ഇടുകയും ചെയ്യും. അയ്യോ, പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കണ്ടേ? ഓടി വായോ, ഓടി വരണ്ടേ, ഓടി വരണ്ടേ, ഓടി വരണ്ടേ. അടിപൊളി. എന്റെ കുളിസിന് ഇത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അടി അങ്ങോട്ട് ആടാടി ഒറ്റയ്ക്ക് കൊഞ്ഞണം കുത്തിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, കൊഞ്ഞണം കുത്തുന്നതല്ല, പല്ല് തേച്ചോട്ട് വരുന്നത്. ഇപ്പൊ എങ്ങനെ മണൽ വാരി ഇതല്ലേ പോവാ. നിങ്ങൾ ഇറങ്ങും. ലളിതേ, കേരളം എവിടെ സെറ്റപ്പ് കൊള്ളാം. കയറി വാ, നോക്കി വാ. തുണിയൊക്കെ എടുത്ത, തുണിയൊക്കെ എടുത്താ, എല്ലാം ഉണ്ടാ. എടുത്തു. സോപ്പ് എടുത്താ? സോപ്പല്ലേ ഇത്? എടുത്തിട്ട് സോപ്പൊടി ഉണ്ടല്ലോ. സോപ്പൊടി ഉണ്ട് ഇതിനകത്ത്. സൂക്ഷിച്ചു പോയി, ഇങ്ങോട്ട് പോയി. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തുണി കഴുകി കഴിഞ്ഞാ നല്ല വൃത്തിയായിട്ടിരിക്കണം തുണി. അത് മസ്റ്റാണ്. ഇത് എന്നോട് പറയേണ്ട കാര്യം എന്തുവാ? നിങ്ങളല്ലേ തുണി കഴുകുന്നത്? അപ്പൊ വൃത്തിയായിട്ട് നിങ്ങൾ തന്നെ അങ്ങ് കഴുകാൻ മതി. അതെനിക്കറിയാം. ഇത് ഞാൻ സ്വയം എന്നോട് തന്നെ പറഞ്ഞാണ്. എന്റെ ദൈവമേ, ഈ തുണിയൊക്കെ ഞാൻ എപ്പോ കഴുകി തീരുമെന്നോ എന്റെ വിധി. ചേട്ടോ, ചേട്ടനാണ് കഴിവണ. ആ വരക്കം വരക്കൊക്കെ കണ്ടപ്പോ ഞാൻ ചേച്ചി കൊണ്ടാണ് കഴിപ്പിക്കുന്നതെന്ന്. തുണി മാത്രമേ ഞാൻ കഴുകുന്നുള്ളൂ. ബാക്കി വീട്ടിൽ ഈ തുടപ്പം ഈ തേപ്പൊക്കെ ഞാൻ തന്നെ അങ്ങ് ചെയ്യും. അപ്പൊ ഈ ആഹാരം വെക്കുന്നൊക്കെ ആഹാരമൊക്കെ അവർക്ക് ചെയ്യാൻ സമയമുണ്ടോ? ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടേ? അതുകൊണ്ട് ആഹാരവും ഞാൻ തന്നെ അങ്ങ് പാചകം ചെയ്യും. അപ്പൊ ഈ കാണുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അയ്യോ, ഞങ്ങളെ ഇവിടെ അടുത്ത് താമസിക്കാൻ വന്ന പുതിയ താമസക്കാരാ. നേരത്തെ താമസിച്ചിരുന്നടുത്ത് അയൽവക്കൊന്നും അങ്ങോട്ട് ശരിയല്ല. അസൂയയും കുശുമ്പും കഷണ്ടിയും ഒക്കെ.
ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ അസൂയം കുശുമ്പൊക്കെ ഉണ്ട്. കഷണ്ടി ഞാൻ ഉൾപ്പെടെ 3 പേരേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. വലിയ കുഴപ്പമില്ല. ഇവിടെ ആകെ ഉണ്ടാ വലിയ കുഴപ്പമില്ല. താഴെ ഉണ്ട്, നല്ല മീനുണ്ടല്ലേ? ഇറങ്ങി നോക്ക്. അയ്യോ ഇറങ്ങി നോക്കട്ടെ. അപ്പൊ പുതിയ ആൾക്കാരില്ല, ആദ്യമായിട്ട് വന്നോണ്ടേ അറിഞ്ഞൂടാ. നോക്ക്. സൂക്ഷിച്ചേ. എവിടെ കൊത്തിയാ? മീന് കാലി കൊത്തി. കാലം കൂടെ ഇറങ്ങി നോക്ക്. ഒരു സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഇപ്പൊ എവിടെ കൊത്തിയാ? തുടയെ കൊത്തി. അപ്പൊ ഇനി ഇറങ്ങണ്ട, ഇനി വാ. ഇത്ര സമയമാണ് മീനിന് വിശന്നിരിക്കുകയായിരിക്കും. കൊത്തുകൊള്ളണ്ട. അതെ, വേറെ ആരും ഇല്ലേ? ഓ, ഇത്രയും തുണി കഴുകാൻ വേറെ ആളെന്തിനാ? അതൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്തോളൂ. അയ്യോ, കുട്ടികളൊന്നും ഇല്ലേന്ന്. കുട്ടികളില്ലെന്നോ നിങ്ങളെ നൈറ്റ് കൊല്ലണ എന്തിന്? 24 മണിക്കൂറും ഇത് അടിച്ചടിച്ചോണ്ടിരുന്ന പിന്നെ എങ്ങനെ കുട്ടികളുണ്ടാവും? അതെ, പോകുന്നില്ലേ? അല്ല, കുളി കഴിഞ്ഞിട്ട് രണ്ടാളും പോകുന്നില്ലേ? അല്ല, നമ്മളെ കുറച്ച് കഴിയും പോവാനെ. അത് നിങ്ങൾ വെക്കും. അല്ല, ഞങ്ങൾ അലക്കി തുടങ്ങിയല്ലേ ഉള്ളൂ. അയ്യോ, ഞാൻ അലക്കി തരാം. അയ്യോ, വേണ്ട. അയ്യോ, വേണ്ട. സഹായിക്കാൻ മിടുക്കനാണ്. അയ്യോ, വേണ്ട. പുള്ളി തന്നെ താൻ അലക്കിക്കോളൂ, അതാ ശീലം. അല്ല അത് എനിക്ക് ആരെങ്കിലും സഹായിക്കണം. നിങ്ങൾ പൊക്കോ, ഞങ്ങൾ പിന്നെ പൊക്കോ. അല്ല എനിക്ക് മറ്റേ ആട്ടിന് കുഴ പിടിക്കണം. പിന്നെ കുറെ പരിപാടികളുണ്ട് ഇവിടെ. അതെ, എന്തോ ഒരു ഉടായ്പ മണക്കുന്നില്ലേ? ആർക്ക്? ആർക്ക്? അല്ല, നിങ്ങൾ എന്താ ഇവിടെ പോകാതെ തന്നെ നിൽക്കുന്നത്? നമ്മൾ ഇവിടുത്തെ നാട്ടുകാരാണ്, നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇവരെ കണ്ടാലേ എന്തോ ഉണ്ടായി. നിങ്ങളെ കണ്ടോ എന്തോ ഉടായിപ്പോട്ടെ. ഇതുവരെ നമ്മളിവിടെ തുണി അനക്കാൻ വന്നത്. അല്ല, ഈ വേറെ നാട്ടിൽ നിന്ന് ഇവിടെ തുണി അനക്കാൻ എന്തോ ഉടായിപ്പോ. ഞങ്ങൾ പറഞ്ഞില്ലേ പുതിയ താമസക്കാരാന്ന്. നിങ്ങൾ ഇത്ര ദേഷ്യം പറഞ്ഞത് എപ്പോ എന്തോ സംഭവം എന്തോ ഉണ്ട്. നിങ്ങൾ ഇവിടെ തുണിയുടെ തുണിയും കൊണ്ട് വന്നിരിക്കണം നനയ്ക്കാൻ വേണ്ടി. നോക്ക്. ചേട്ടാ, എന്തോ സൗണ്ട്. അത് ഇങ്ങരുടെ ബെർമുഡയുടെ സൗണ്ടാ. ബർമൂഡ ഇത് ഇരുമ്പിന്റെ നിക്കറ ഇടണം. അത് ഇങ്ങർക്ക് ഇച്ചിരി തൊലിക്കട്ടി കൂടുതലാ. കൈട്ടോണ്ട് ഞരങ്ങും ചില നോക്കടി നോക്കടി നോക്കടി. അല്ല, നോക്കട്ടെ. അല്ല, നോക്കട്ടെ. നോക്ക് നോക്ക് നോക്കടി. ഒന്നുമില്ല. ഇത് കണ്ടോ? ഇല്ലത് മണല് വാരാനുള്ള സാധനങ്ങള്. ആഹാ, തൊട്ടി, മൺവെട്ടി കൈ. ശരിയാക്കി തരാ. പീസ് വിചാരിച്ചിട്ടിരിക്കുന്നില്ലേ മൺവെട്ടി അല്ല. പറ, സത്യം പറ, ഇവിടെ എന്തിനാണ് പരിപാടി? നിവൃത്തി കൊണ്ട് ചെയ്തു പോകുന്നതാണ്. ജീവിക്കാൻ ഒരു മാർഗവുമില്ല. നമ്മള് മണലൂറ്റാൻ വേണ്ടി വന്നതാണ്. മണല് ഊറ്റാൻ വേണ്ടി വന്നതാണ്. മണല് ഊറ്റാൻ വേണ്ടി. അപ്പൊ നമ്മളെല്ലാം പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങേണ്ടിയിരിക്കുന്നു. എന്തിന്? നമ്മൾ അതിന് തന്നെ വന്നത്. മികച്ച കോമ്പിനേഷൻ ആയത്. കേട്ടാ, ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് ഷെയർ ഇട്ട് മണലൂറ്റാ. അത് ശരി. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഷെയർ ഇട്ട് കുളിക്കാം. നിങ്ങൾ വലിയ ആഴമൊന്നുമില്ലല്ലേ? ഇവിടെ ചുമ്മാ കിണിച്ചോണ്ട് നിന്നാ പറയാം. രണ്ടെണ്ണം കൂടെ ആൾക്കാർ പറഞ്ഞാൽ നോക്കണം. അതെ, ഞങ്ങൾ നോക്കിക്കോളാം. ചേച്ചി, ഇങ്ങോട്ട് നോക്കിക്കോ. ഞാൻ അങ്ങോട്ട് നോക്കാം, നീ അങ്ങോട്ട് നോക്കാം. ഞാൻ അങ്ങോട്ട് നോക്കാം. ഒരു കമ്പനിക്ക് പറഞ്ഞാ ഞാൻ ചറിക്കാൻ കറങ്ങാം. എങ്ങനെയുണ്ട് മീനിന്റെ കൊത്ത്? എങ്ങനെയുണ്ട് മീനിന്റെ കൊത്ത്? ഓ, മീൻ ഒന്ന് പൊതിയുന്നു കേട്ടാ. എന്നെ കണ്ണൻ പോലെ ഉണ്ടല്ലേ? നോക്കി 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 നോക്കി. എന്റെ അമ്മോ, എന്റെ അമ്മ. ഈ മുമ്പ് എന്തായിരുന്നു പണി? മുമ്പ് എന്തായിരുന്നു പണി? ഈ സത്യം പറഞ്ഞ പോലീസുകാരല്ല നമ്മളെ ശത്രു. പോലീസുകാരല്ല, പിന്നെ സിനിമാക്കാരാണ്. സിനിമാക്കാരാ? ആണാ, മുമ്പ് എനിക്ക് സ്പിരിറ്റ് കടത്തോണ്ടായിരുന്നു. ഓ, പിരിച്ചിട്ടുണ്ടായിരുന്നല്ലേ? അയ്യോ, എന്നിട്ട് അതെന്താ പൊളിഞ്ഞത്? അത് പൊളിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൺവേ സിനിമ ഇറങ്ങി. ഇതിന്റെ ടെക്നിക്ക് മൊത്തം മറ്റേ ദിലീപ് കൊണ്ടുപോയി മൊത്തം കാണിച്ചു. നമ്മളെ മറ്റേ ചന്ദന തടി കെട്ടി. പക്ഷേ പുഷ്പ സിനിമ ഇറങ്ങിയപ്പോ അതിന്റെ ടെക്നിക്ക് എല്ലാം എല്ലാവർക്കും മനസ്സിലായി. സിനിമാക്കാർക്കുണ്ട്, പക്ഷേ മണലൂറ്റ് കണ്ടന്റ് വലുതായിട്ട് വന്നിട്ടില്ല. അതേ സിനിമ. ഈ ആട് ജീവിതത്തിൽ ചെറുതായിട്ട് പാർട്ടി കൂടെ പാസ് ചെയ്ത് പോണേ ഉള്ളൂ. അതുകൊണ്ട് മണലൂറ്റ് കുഴപ്പമില്ല. മണലൂറ്റ് കുഴപ്പമില്ല. ഞാൻ ഒരു മുങ്ങലും കൂടെ മുങ്ങിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന്. അയ്യോ, പക്ഷേ വേറെ കാര്യം, ഇത്രയും വർഷം ഞാൻ മണലൂറ്റിയാലും എന്നെ പോലീസ് പിടിച്ചിട്ടില്ല. പോലീസ് പിടിച്ചിട്ടില്ല. പോലീസ് പിടിക്കൂല. പിടിക്കാത്ത കാര്യം എന്ത്? തെളിവില്ലല്ലോ. തെളിവുണ്ടല്ലോ. പോലീസ് ഇല്ലല്ലോ. പോലീസ് ഉണ്ടല്ലോ. കണ്ടില്ലല്ലോ. ഇവിടെ ഉണ്ടല്ലോ. എവിടാ? കണ്ട കഴിയ കഴിയ ഇരിക്കണ്ടല്ലേ? ഇങ്ങോട്ട് ഇറങ്ങടാ റാസ്കൽ. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആരെന്ന് മനസ്സിലായടാ? കഴിഞ്ഞ ആഴ്ച ഈ ഏരിയൊന്ന് ചാർജ് എടുത്ത SI സുകുമാരൻ ഈ നിൽക്കുന്നതാരെന്ന് അറിയാമോ? ഇല്ല. കോൺസ്റ്റബിൾ ദീപ്തി.
സത്യം പറയല്ല എനിക്ക് പോലീസുകാരെ ഭയങ്കര അഭിപ്രായമാണ്. ഞാൻ ഈ ചുമ്മാ പറഞ്ഞ എല്ലാ സിനിമാക്കാരെ മണ്ടേ കൊണ്ട് സത്യം പറഞ്ഞ സാറിന് എങ്ങനെ സാറേ ഈ പോലീസിൽ ജോലി കിട്ടിയത്? എനിക്ക് ഓടി കിട്ടിയത്. ഓടി കിട്ടിയാണ് എനിക്ക് തന്നെ ഓടി പിടിച്ചു. രണ്ടു കയ്യും ജസ്റ്റ് മിസ് മര്യാദക്ക്. അയ്യോ ഇരിക്കട്ടായിരുന്നു മിസ്സായത്. അവന്റെ ഒരു ഒടുക്കത്തെ ഐഡിയ. അവൻ പറഞ്ഞ ഐഡിയ കേട്ടാ, ഭാര്യ കുളിച്ചോണ്ടിരിക്കും, അവൻ മണലൂറ്റും. അഥവാ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൾ അവിടെ വിളിക്കും, അയ്യോ എന്റെ കറി പിടിക്കാൻ വന്നേന്ന്. അവന്റെ ഐഡിയ ആണ് നമ്മളെ ഐഡിയ. നമ്മളെ ഐഡിയ എങ്ങനെ ഉണ്ട്? സൂപ്പർ അല്ലേ? ചേട്ടൻ പോലീസാന്ന് പറഞ്ഞപ്പോഴേ എന്റെ സല്യൂട്ടടി സ്പോട്ടിൽ എങ്ങനെ ഉണ്ടായിരുന്നു? സല്യൂട്ടടി എങ്ങനെ നീ പഠിച്ചത്? ഞാൻ ഈ പോലീസുകാരുടെ സിനിമയൊക്കെ കണ്ടു പഠിച്ചതാ. എന്തായാലും അവര് ഐഡിയ പൊളിഞ്ഞ്. അടുത്ത നമ്മളെന്താണ് ഐഡിയ? ഇനി അടുത്ത ഐഡിയ എന്തോ നോക്കാനാ? അങ്ങോട്ട് ചാടി മണലൂറ്റ് മനുഷ്യ. ചാടിനെ കേട്ടാ മതി. അങ്ങോട്ട് ആ പുഴയിലോട്ട്. അങ്ങോട്ടായിരുന്ന അങ്ങനെ. ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാൻ ഇത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നു പ്രിൻസ് രാജകുമാരൻ. സ്ഥലം എവിടെയാ പ്രിൻസിന്റെ? തിരുവനന്തപുരം. എവിടെ? കാരക്കോണം. കാരക്കോണം. മെഡിക്കൽ കോളേജിനടുത്താ? പ്രിൻസ് ആക്ച്വലി ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് കിടിലം ഒരു പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി അല്ലേ? എന്താ ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഇത് ആക്ച്വലി ഒന്നും മനസ്സിലാവുന്നില്ല. ലാഡർ ഉണ്ട്, ക്യാരംസ് ബോർഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്. എന്താ പ്രിൻസ് ചെയ്യുന്നേ? തലയിൽ വയ്ക്കും. ഏത് തലയിൽ വെക്കും? ലാഡർ. ലാഡറോ? എന്നിട്ട് ഗ്യാസ് ഒരു തലയിൽ വയ്ക്കും. ഈ തലയ്ക്ക് വെറുതെ ഇതെങ്ങനെ ഇങ്ങനെ വെക്കാൻ ആര് പഠിപ്പിച്ചു? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഇൻസ്പയർഡ് ആയത് ഇങ്ങനെയൊക്കെ വെക്കണം എന്ന്? അതാദ്യം ചെറുതില്ല ബോൾ വെച്ച് തട്ടി തട്ടി പ്രാക്ടീസ് ചെയ്ത്. ഫുട്ബോള് ബാലൻസ് ചെയ്യേ? ആ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? വാട്ട്, +2ലോ? അമ്മേ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ തലയിലാണ് ബാലൻസ് ചെയ്യാൻ പോകുന്നത്. സംഭവം ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഇറ്റ്സ് എക്സൈറ്റിംഗ് മീ. കാരണം ഗ്യാസ് ഒക്കെ എങ്ങനെയാണ് ഈ തലയിൽ ഇത്രയും വെയിറ്റുള്ള സാധനം ബാലൻസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് എനിക്കും കാണണം. ഇത് ഒരുപാട് പ്രാക്ടീസിന് ശേഷമായിരിക്കും പ്രിൻസ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരാണെങ്കിലും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കരുത്. ഡിസ്ക്ലെയിമർ ഇട്ടിരിക്കുകയാണ്. പടം തുടങ്ങാൻ പോവാണ്. റെഡി? Oh, nice. Yeah. Yes. Great. Nice. അടിപൊളി. സൂപ്പർ. അടിപൊളി. ഓക്കെ. സൂപ്പർ. നെറ്റിയിലാണ്. എന്റെ അമ്മ നെറ്റിയിലാണ്. സൂപ്പർ. അടിപൊളി. അടുത്ത ക്യാരംസ് ബോർഡാണ്. ആ ക്യാരംസ് ബോർഡിന്റെ വെയിറ്റ് നമുക്ക് അറിയാലോ എന്ത് ഹെവി ആണെന്നുള്ളത്. അതാണ് അടുത്തതായിട്ട് നെറ്റിയില് ബാലൻസ് ചെയ്യുന്നത് കേട്ടോ. അയ്യോ, അടിപൊളി പ്രിൻസ്. സൂപ്പർ. യു ഡൂയിങ് എ ഗുഡ് ജോബ്. നല്ല ഹെവി ആയിരിക്കും. ഓൾറൈറ്റ്. അടുത്ത വെയിറ്റ് ഉള്ള ഒരു സാധനമാണ്.
നമ്മൾ കേറാൻ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന്റെ എഡ്ജ് ഉപയോഗിച്ചിട്ടാണ് അഗൈൻ നെറ്റിയില് പ്രിൻസ് അത് ബാലൻസ്. എന്റെ അമ്മേ. മെല്ലെ മെല്ലെ മെല്ലെ. സൂപ്പർ പ്രിൻസ്, സൂപ്പർ. വെയിറ്റ് ആയിരിക്കും. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. ഓക്കെ. ഒരു മറവ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ, ഒരു പീസ് ഓഫ് ക്ലോത്ത് ഒന്നും ഇല്ല. ഒറ്റയ്ക്ക് അടുത്ത ഗ്യാസ് കുറ്റിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അഗൈൻ അത് ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു രണ്ട് സിലിണ്ടറിന്റെ മേളിൽ നിന്നിട്ട് ചെയർ ബാലൻസ് ചെയ്യുന്നു. ഇത് ആരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കരുത്. സൂപ്പർ, ഗുഡ് വൺ, ഗുഡ് വൺ, ഗുഡ് വൺ. യെസ് 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 യെസ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. അടിപൊളി അടിപൊളി. പ്രിയ സുഹൃത്തുക്കളെ, അതിലിപ്പോ കോട്ടയം എവിടെയെന്ന് കണ്ടുപിടിക്കും. ഓൾ ദി ബെസ്റ്റ് എലീന. എന്റെ ഓട്ടോഗ്രാഫ് കൊച്ചിന് വേണമെന്ന്. ഈ കറങ്ങുന്ന പന്തിൽ അതാ എലീന പടിക്കൽ ഓട്ടോഗ്രാഫ് എഴുതാൻ പോവുകയാണ്. ആദ്യമായിട്ടായിരിക്കും ഒരു ഫുൾ ഫുട്ബോളിൽ എന്റെ സിഗ്നേച്ചർ വരാൻ പോകുന്നത്. അത് എവിടെ തൊട്ടാ മതിയല്ലേ, വട്ടക്കറങ്ങി വന്നോളൂല്ലോ. അത് പേനയിലാണ്. ഇല്ല, ബോൾ തന്നെ കറങ്ങിക്കോളും. മജീഷ്യനെ പോലെ. പ്രിൻസും പ്രിൻസിന്റെ ഡൊറോത്തി അമ്മായി. ദൊറോത്തി അമ്മയല്ല, ദൊറോത്തി വതാമ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നെറ്റിയിൽ കാണുന്ന പാടുകളൊക്കെ ഇതിന്റെ പ്രാക്ടീസിന്റെ ഇടയിൽ ഉണ്ടായതാണോ? എന്തിനാണ് മോനെ ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്? ഞാൻ ഫസ്റ്റ് ബോളിൽ ചെയ്തോണ്ടിരുന്നപ്പോ എല്ലാരും കളിയാക്കി. ബോൾ ചെയ്തതിന് കളിയാക്കി. കളിക്കാൻ തരണ പന്തലട ഇങ്ങനെയൊക്കെ കാണിക്കണേന്ന്. കൂട്ടുകാരന്മാരും കുറച്ചൊരു കളിയാക്കും. പിന്നെ വീട്ടുകാരെ സപ്പോർട്ട് തന്നെ. ഒരാഴ്ചക്ക് മുമ്പ് കളിയാക്കി വിളിച്ച് പറ്റിച്ചത്. ആര് വിളിച്ചു? പോലെ പ്രോഗ്രാമിന് വിളിക്കണയാണ് അങ്ങനെ പറഞ്ഞ് പറ്റിച്ച്. ഈ പ്രോഗ്രാമിൽ നിന്നോ? അല്ല, വേറെ. അതായത് ഒരു കൂട്ടുകാരൻ റാൻഡംലി വിളിച്ചിട്ട് ഷോയിനാന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് ഞാൻ ഉള്ളതെന്ന് വിചാരിച്ച് വരാനൊക്കെ റെഡി ആയിരുന്നു. അയ്യോ, പിന്നെ വിളിച്ചപ്പോ പറഞ്ഞ് പറ്റിപ്പാണെന്ന്, ചുമ്മാ പറ്റിച്ചെന്ന്. ആ കൂട്ടുകാരന്റെ പേരെന്നാ? ആദർശ്. ആദർശ് കാണടാ. കണ്ടോ? അതാണ് പ്രിൻസിന് ഏറ്റവും കൂടുതൽ ഒരു പ്രചോദനമായത് അല്ലേ, വാശി തോന്നിയത്. ഒരാഴ്ച മുമ്പേ നടന്നല്ലേ? ആ ഒരാഴ്ച കഴിഞ്ഞപ്പോ കണ്ടില്ലേ വേദി പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. വലിയൊരു കയ്യടി. അടിപൊളി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പ്രിൻസിന് ശരിക്കും ഒരു പ്രൗഡ് ഫീലിംഗ് ആയിട്ട് തോന്നുന്നില്ലയോ? ഉണ്ട്. ഇപ്പൊ ഹാപ്പിയാണോ? അപ്പൊ ഇവിടുന്നേ ഷൂട്ടാന്നും പറഞ്ഞു ഷൂട്ടിന് വരണോന്ന് പറഞ്ഞു വിളിച്ചപ്പം പ്രിൻസ് ആദ്യം വിചാരിച്ച മറ്റേ പറ്റിപ്പോന്ന് വിചാരിച്ചു. എന്നിട്ട് ആദർശിനോട് പറഞ്ഞോ ശരിക്കും ഇവിടെ അതാരത്തും പറഞ്ഞില്ല. ടെലികാസ്റ്റ് വഴി മൂപ്പര് കാണട്ടെ. എത്ര വയസ്സ് മുതലായത് ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തോ? അല്ലെങ്കിൽ 8ാം ക്ലാസ് തൊട്ട് തുടങ്ങി ബോളില്. ബോളിലാണ് ആദ്യം. ഫുട്ബോൾ കളിക്കുമായിരിക്കും? അത്ര കളിക്കില്ല. ഇല്ല, പിന്നെ ഇങ്ങനെ ഫ്രീ സ്റ്റൈല് മാത്രം. ഫ്രീ സ്റ്റൈല് മാത്രം. എന്നിട്ട് പിന്നെ ബോളിൽ തുടങ്ങിയിട്ട് പിന്നെ വേറെ സാധനങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള എങ്ങനെ അറിഞ്ഞേ? പിന്നെ ഞാൻ ഇതേപോലെ റീല് കാണുമായിരുന്നു, മറ്റേ ഫ്രീ സ്റ്റൈല് വീഡിയോ.
അത് കണ്ട് കസാരയില് തുടങ്ങി ആ കണ്ടാണ്ട് ഇപ്പൊ ലാഡറും ഗ്യാസൊക്കെ വെക്കാൻ പഠിച്ച ശകലം. ആരെ വീട്ടിലാരാ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്? അതോ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ ഇത് പ്രാക്ടീസ് ചെയ്യാൻ? കൂടെ വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഒറ്റയ്ക്കാണോ? ഫ്രണ്ട്സ് കൊണ്ട് വീട്ടിലെല്ലാരും സപ്പോർട്ട് തന്നെ, അമ്മ അപ്പ. ഓ പക്ഷെ പാരന്റ്സ് നല്ലൊരു കൈ ലാഡറൊക്കെ വെക്കുമ്പോഴേ എനിക്ക് ലാഡറോടും ജാസ്തി ഇത് ഗ്യാസ് കുറ്റി അത് വേണമെങ്കിൽ റോൾ ചെയ്തിട്ട് മൂക്കുന്ന മുകളിലോ. നെറ്റിയിലെ ലാഡർ വെച്ചിട്ട് എന്ത് സമയം. അല്ല ഞാൻ അല്ല വേറെ ഡയാനൊക്കെ ഒരു പൊട്ടിടാൻ വേണ്ടി എത്ര സമയം. അല്ല ചേട്ടാ വേറൊരു കാര്യമുണ്ട്. സാധാരണ ഈ ലാഡർ ഒക്കെ വെക്കുമ്പോ അല്ലെങ്കിൽ ഗ്യാസ് കുറ്റി വെക്കുമ്പോ ഒരു ക്ലോത്തോ അല്ലെങ്കിൽ ആ ഒരു എഡ്ജ് തട്ടാണ്ടിരിക്കാനുള്ള സാധനങ്ങൾ. പക്ഷെ ദിസ് ഹാസ് നത്തിങ്. ആ ലാഡർ എങ്ങനെയാണോ നമ്മൾ കടയിൽ വാങ്ങുന്നത് അതേ പിടി തന്നെയാണ് ആ കുഞ്ഞ് ആ നെറ്റിയിൽ വെച്ചത്. ഗംഭീരായിരുന്നു. സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ അറിയോ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ? സ്കൂളിലുള്ള പിള്ളേർക്കൊക്കെ അറിയാം. ടീച്ചേഴ്സിനൊന്നും അറിഞ്ഞൂടാ. സ്കൂളിന്റെ പേരെന്നാ? സെന്റ് ജോൺ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടാകും. സെയിന്റ് ജോൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസ് ആണ് ഇവിടെ വന്ന് ഞങ്ങളെ ഞെട്ടിച്ചത്. അപ്പൊ ടീച്ചേഴ്സും അവിടെയുള്ള എല്ലാവരും അറിഞ്ഞോ നിങ്ങൾക്ക് അവിടെ കിട്ടിയിരുന്ന ഒരു ഒരു കിടിലം പയ്യനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇനി 12th പാസ്സായി പോകുമ്പോ നിങ്ങൾക്ക് വിഷമം വരും. എന്നാ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ എല്ലാരും കൂടെ ചേർത്ത് പ്രിൻസിന് ഒരു സ്നേഹ സമ്മാനം തരാൻ പോവാണ്. കൊണ്ടുപോകും വീട്ടില്. എല്ലാരും എല്ലാരും അതെ. മൗനം പാടും ഓമൽ പാവിൻ മോഹം പോലെ നാളും വന്നില്ലേ സ്നേഹം കൂടെ കാറ്റും പോലെ. ഞങ്ങളുടെ സ്വന്തം പ്രിൻസിന് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നിന്ന് ലണ്ടൻ ക്ലാസിക്കിന്റെ അടിപൊളി ഷർട്ട്. അപ്പൊ എന്തായാലും പ്രിൻസ് രാജകുമാര ഇവിടുന്ന് അങ്ങോട്ടേക്ക് അടിപൊളിയായിട്ട് കിടിലം കിടിലം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ടേക്ക് വരാം. അതുപോലെ തന്നെ പഠിത്തവും മുന്നോട്ടേക്ക് കൊണ്ടുപോവാ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ഫ്രണ്ട്സ്. നിനക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടോ? പറ്റുന്നില്ല. ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാൻ ഇത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. ചേച്ചിമാരെ ചേട്ടന്മാരെ വിഷു ഇങ്ങോട്ട് അടുക്കാറായി. എന്തായി വിഷു പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ? വിഷു നമ്മളിവിടെ പണ്ട് ആണെങ്കിൽ ഭയങ്കര ആഘോഷമായിരുന്നു. ഇപ്പൊ ആഘോഷം കുറവാ. നമ്മളിവിടെ പണ്ടാണെങ്കിൽ രാവിലെ കണിയൊക്കെ ഒരുക്കി വെച്ചിട്ട് എല്ലാ വീട്ടിന്റെ ഫ്രണ്ടിൽ ഞാനായിരുന്നു പണ്ട് കുഞ്ഞിലെ കൃഷ്ണൻ. ഇപ്പൊ വൈകുന്നേരമാണോ കണി വെക്കണേ? ചോദിച്ചതാ. അല്ല കാരണം അല്ല ഇപ്പൊ ആ പഴയ എല്ലാരും അതായത് പുറത്ത് നിങ്ങൾ മറ്റേ ഈ കരോളൊക്കെ ഇറങ്ങുന്ന പോലെ ഒരു ഇതില് കണിയൊക്കെ ഒരുക്കി വെച്ചിട്ട് അതായിരുന്നു ഞാൻ. പക്ഷെ കുഞ്ഞായിരുന്നു. ഇപ്പൊ പറ്റൂല. ഇപ്പൊ പോയാ ഹരിശ്രീ അതേക്കൂല. അല്ല അത് വിട്ടേക്ക്. അല്ല ഇപ്പൊ അത് നമ്മുടെ നാട്ടില് വിഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ തെയ്യക്കാലമാണ്. വിഷു കൂടിക്കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ഡേ തെയ്യം തുടങ്ങില്ല. അതൊരു ഭയങ്കര ഉത്സവമാണ്. അടിപൊളി. ശ്വേത ചേച്ചി എങ്ങനെയാണ് വിഷു പ്രിപ്പറേഷൻസ് അവിടെ മുംബൈ? വിഷു കണി വെക്കാറുണ്ട്. ഓക്കെ. രാവിലെ 4-4:30 മണീന്റെ ആ സമയത്ത് നമ്മൾ പറയില്ലേ ബ്രഹ്മമുഹൂർത്തം. അന്ന് കണി കാണിച്ച് മോളെല്ലാം കാണിച്ച് പ്രാർത്ഥിച്ച് അവൾക്ക് ചെറിയ എന്തെങ്കിലും ചില്ലറ കൊടുത്ത് അവള് പോയിട്ട് വേഗം ഓർക്കും. സത്യം പറഞ്ഞാല് ഇപ്പൊ അഖില് പറഞ്ഞ പോലെ പണ്ടത്തെ ഒരു ആഘോഷം. നമുക്ക് ഇപ്പൊ വിഷു കണി കണ്ട് കുറെ നല്ല കുറെ പോക്കറ്റ് മണി കിട്ടാറുണ്ടായിരുന്നു. ഇപ്പൊ അവൾക്ക് മാക്സിമം നമ്മൾ രണ്ടാളും ഒന്ന് കൊടുത്താ കൊടുത്തു. അതൊക്കെ അവൾക്ക് അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അറിയില്ല. അപ്പൊ നമുക്ക് ഓൺലൈൻ മേടിക്കാം. ചേട്ടാ എനിക്ക് വിഷു എന്ന് പറയുമ്പോ ഞാൻ എല്ലാവർക്കും കൈക്കൂലി നമ്മളെ കൈനീട്ടം കൊടുക്കും. കൈനീട്ടം എല്ലാവരും കൂടി എനിക്ക് കുറവാണ് കിട്ടുന്നത്. എനിക്ക് വൈഫിന്റെ അമ്മ വരും. അപ്പൊ ഞാൻ അതിനായിട്ട് കാത്തിരിക്കാണ് കേട്ടോ. അല്ല ഞാൻ എല്ലാവരും കൊടുക്കും. അത് എല്ലാ വീട്ടിലും നമ്മള് നിരങ്ങി പോണം ചേട്ടാ. പാളയല്ലോ
QR കോഡ് കൊടുത്താൽ മതി. രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. 4-5 തറവാട്, എല്ലാ ബന്ധു വീടും. നിരങ്ങിട്ട് വരുന്നിട്ട് ഇങ്ങനെ പൈസ ആയിട്ട് വരും ഞാൻ. നല്ലല്ലേ ഇത്? തേന? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ വിഷു സമയത്ത് മുളയ്ക്ക് സദ്യക്കൊക്കെ സദ്യക്ക് പോവും. അപ്പൂപ്പന്മാരൊക്കെ തരും, ആന്റിമാരൊക്കെ തരും. ഭയങ്കര സന്തോഷം. വിഷുക്കണി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ചില വീടുകളിൽ പ്രത്യേകിച്ചും നൈബേഴ്സ് ഒക്കെ നിറയെ ഫ്രൂട്ട്സ് കണിക്കുന്ന എല്ലാം ശരിക്കും ഭയങ്കര രസമാണ്. ഒരു ഫ്രൂട്ട്സ് നല്ല സ്മെല്ല്, ഇങ്ങനെ എല്ലാം കാണാൻ പറ്റും. ഭയങ്കര ഇഷ്ടമാണ്. ഇനി എന്നോട് ചോദിച്ച വിഷയമായിട്ട് എന്തൊക്കെയാണ് വിശേഷം? എന്റെ ആഗ്രഹം ഈ വിഷു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു പുതിയൊരു വർഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മലയാള മാസം പുതിയ വർഷം നമ്മൾ തുടങ്ങുമ്പോൾ എല്ലാം പുതിയതോടെ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പുതിയൊരു രൂപത്തിലും ഭാവത്തിലും ഒക്കെ മുന്നോട്ടേക്ക് പോകാനാണല്ലോ. എന്നാൽ ഇത്രയും കാലം കോമഡി മാസ്റ്റേഴ്സ് നമ്മൾ ഒരേ പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിഷു ആയതുകൊണ്ട് ഒരു വിഷു ഓപ്പണിംഗ് എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ അവർ കണി കാണുമ്പോൾ പുതിയൊരു വർഷം അവിടെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്ന പോലെ നമ്മുടെ പ്രോഗ്രാം പുതിയൊരു രൂപത്തിലും ഭാവത്തിലേക്കും വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ പോകോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കറിയാം. സംഭവം എന്തായാലും ഇനി വരാൻ പോകുന്ന കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാം സസ്പെൻസ് ആണ്, എല്ലാം ഒന്നും ഞാനിപ്പോ പറയുന്നില്ല. കോമഡി മാസ്റ്റേഴ്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും വരാൻ പോവുകയാണ്. പ്രോബബ്ലി നമ്മുടെ ഈ ഒരു എന്താ പറയുക പാറ്റേണില് ലാസ്റ്റ് വൈൻഡപ്പ് ആണ്. ഇനി ഇവിടുത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ആയി കഴിഞ്ഞ് അടുത്ത് കത്തുമ്പോ നമ്മൾ കണി വെച്ച പോലെ പുതിയ രൂപത്തിലും ഭാവത്തിലും വരാൻ പോകുന്നത്. എന്താണെന്നുള്ളത് ഒന്നും പറയുന്നില്ല, കാരണം നമുക്കറിയില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് വിഷു ആശംസകൾ ഞാൻ നേരുകയാണ്. അപ്പൊ എന്തായാലും